തന്റെ മഹത്വം പ്രകടമാക്കുവാൻ ദൈവം ഒരവസരം ഒരുക്കിയിരിക്കുന്നുവെന്ന് യേശുവിന് അറിയാമായിരുന്നു. കുറവുകൾ നിറവളാകുന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ നമ്മുടെ കർത്താവിന്റെ ആദ്യ അത്ഭുത പ്രവൃത്തിയുടെ എളിയ നിശ്ചല ദൃശ്യാവിഷ്കാരം ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രഹാം അവിടെ ഒരു ബലിപീഠം പണിതു. വിറക് അടുക്കി വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിന് മീതെ കിടത്തി. മകനെ ബലി കഴിക്കാൻ അബ്രഹാം കത്തി കയ്യിലെടുത്തു. തൽക്ഷണം കർത്താവിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാം അബ്രഹാം എന്ന് വിളിച്ചു. ഇതാ ഞാൻ അവൻ വിളി കേട്ടു. കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല. അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ തന്റെ പിന്നിൽ മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു. അവൻ അതിനെ മകനു പകരം ദഹനബലി അർപ്പിച്ചു. അബ്രഹാം ആ സ്ഥലത്തിന് യാഹ്വേരെ എന്ന് പേരിട്ടു. കർത്താവിന്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നുവെന്ന് ഇന്നു വരെയും പറയപ്പെടുന്നു. കർത്താവിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് വീണ്ടും അബ്രഹത്തെ വിളിച്ച് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കായതുകൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കാൻ നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. പ്രിയമുള്ളവരെ, ബൈബിളിലെ 19-ാമത്തെ പുസ്തകത്തിലെ എസ്തേർ രാജ്ഞിയാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. ഏത് വലിയ പ്രതിസന്ധികളെയും അതൊരു വലിയ ജനതയുടെ ഒന്നാകെയുള്ള മരണമാണെങ്കിൽ പോലും ഉപവാസവും പ്രാർത്ഥനയും എന്ന വലിയ ആയുധം കൊണ്ട് നിഷ്പ്രയാസം ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന വലിയ സന്ദേശമാണ് എസ്തേർ രാജ്ഞി നമുക്ക് കാണിച്ചു തരുന്നത്. BC 485 മുതൽ 465 വരെ ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള പേർഷ്യ സാമ്രാജ്യത്തെ ഭരിച്ചിരുന്നത് അഹസ്വേരോസ് രാജാവായിരുന്നു. രാജാവിനോട് ചെയ്ത ഒരു അനുസരണക്കേട് മൂലം രാജ്ഞിപദത്തിൽ നിന്ന് ആദ്യ ഭാര്യയെ രാജാവ് നീക്കം ചെയ്തു. പിന്നീട് രാജ്ഞിപദത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് മൊർദെഖായി എന്ന യഹൂദന്റെ പിതൃ സഹോദരപുത്രിയും സുന്ദരിയും വേഗവതിയുമായ എസ്തേർ ആയിരുന്നു. മൊർദെഖായിയുടെ നിർദ്ദേശപ്രകാരം തന്റെ കുലവും വംശവും അവൾ വെളിപ്പെടുത്തിയിരുന്നില്ല. രാജാവ് എസ്തേറിനെ ഏറെ ഇഷ്ടപ്പെടുകയും അവൾ കൊട്ടാരത്തിലെ എല്ലാവരുടെയും പ്രീതി നേടുകയും ചെയ്തു. രാജാവിന്റെ മരണത്തിൽ നിന്ന് രക്ഷിച്ചതിനാൽ മൊർദെഖായി കൊട്ടാരത്തിൽ അന്തഃപുര വിചാരിപ്പുകാരനായി. രാജാവ് കഴിഞ്ഞാൽ ഉന്നത സ്ഥാനീയനായ ഹമാന് മൊർദെഖായി കുട്ടിട്ട് വണങ്ങാത്തതിൽ ശത്രുത തോന്നുകയും മൊർദെഖായി ഉൾപ്പെടുന്ന യഹൂദ വംശത്തെ ഒന്നടക്കം നശിപ്പിക്കാനായി രാജാവിന്റെ മുമ്പിൽ അവർക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുകയും അങ്ങനെ ആ ജനതയെ മുഴുവൻ ഒരു ദിവസം വധിക്കാനുള്ള രാജകൽപ്പന രാജാവിൽ നിന്ന് വിളംബരം ചെയ്യിപ്പിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ മൊർദെഖായിയും സകല പ്രവിശ്യകളുടെ യഹൂദജനവും മുഴുവൻ ചാക്കുടുത്ത് ചാരം പൂശി ദയനീയമായി നിലവിളിച്ചു. മൊർദെഖായി എസ്തേറിനോട് യഹൂദർക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കണമെന്നും രാജാവിനോട് സംസാരിച്ച് മരണശിക്ഷയിൽ നിന്ന് അവരെ മോചിപ്പിക്കണമെന്നും അപേക്ഷിച്ചു. എസ്തേർ മരണതുല്യമായ ഉത്കണ്ഠയ്ക്ക് അധീനയായി കർത്താവിലേക്ക് ഓടി. 3 ദിവസം രാവും പകലും എല്ലാ യഹൂദരും ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന് എസ്തേർ ആഹ്വാനം ചെയ്തു. അവൾ ആഡംബര വസ്ത്രങ്ങളുടെ
ഉപേക്ഷിച്ച് ദുഃഖത്തിന്റെയും വിലാപത്തിന്റെയും വസ്ത്രം ധരിച്ച് വിലയേറിയ സുഗന്ധദ്രവ്യങ്ങൾക്ക് പകരം ചാരവും ചാണകവും കൊണ്ട് തലമുടി ശരീരത്തെ അത്യന്തം എളിമപ്പെടുത്തി എസ്തേർ ഇപ്രകാരം പ്രാർത്ഥിച്ചു: കർത്താവേ, അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണമേ. അങ്ങെല്ലാം അറിയുന്നുവല്ലോ. 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം എസ്തേർ രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് രാജസന്നിധിയിലേക്ക് കയറിച്ചെന്നു. ക്ഷണിക്കപ്പെടാത്ത രാജ്ഞിക്ക് പോലും രാജസന്നിധിയിൽ ചെല്ലാൻ നിയമമില്ലാത്തതിനാൽ രാജാവ് ഉഗ്രകോപത്തോടെ രാജ്ഞിയെ നോക്കിയപ്പോൾ എസ്തേർ തളർന്നുപോയി. എന്നാൽ ആ നിമിഷം മുതൽ കർത്താവ് ശക്തമായി പ്രവർത്തിക്കുവാൻ തുടങ്ങി. അവിടുന്ന് രാജാവിന്റെ ഭാവം ശാന്തമാക്കി തന്നെയും തന്റെ വംശത്തിലെ സകല ജനതകളെയും രക്ഷിക്കണമെന്ന് എസ്തേർ രാജ്ഞി രാജസമക്ഷം അപേക്ഷിച്ചു. യഹൂദ ജനത്തെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനും തന്നെ തെറ്റിദ്ധരിപ്പിച്ച ഹാമാനെ തൂക്കിക്കൊല്ലുവാനും രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. തങ്ങളെ രക്ഷിച്ച കർത്താവിന് നന്ദി പറയാൻ എല്ലാ വർഷവും അന്നേ ദിവസം യഹൂദർ തിരുനാളായി ആഘോഷിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥനയും ഉപവാസവും കൊണ്ട് രാജകൽപ്പന പോലും റദ്ദാക്കാൻ സാധിക്കുമെന്ന് എസ്തേർ രാജ്ഞിയിലൂടെ കർത്താവ് നമുക്ക് കാണിച്ചു തന്നു. നമ്മുടെ ജീവിതത്തിലും എസ്തേർ രാജ്ഞിയെ മാതൃകയാക്കി ജീവിക്കാൻ ശ്രമിക്കാം. നന്ദി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 43 മുതൽ 48 വരെയുള്ള തിരുവചനങ്ങൾ. ജനങ്ങൾ ചുറ്റും കൂടി അവനെ തിക്കിയിരുന്നു. അപ്പോൾ 12 വർഷമായി രക്തസ്രാവം ഉണ്ടായിരുന്നവളും ആർക്കും സുഖപ്പെടുത്താൻ കഴിയാതിരുന്നവളുമായ ഒരു സ്ത്രീ പിന്നിലൂടെ വന്ന് അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ സ്പർശിച്ചു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. യേശു ചോദിച്ചു, ആരാണ് എന്നെ സ്പർശിച്ചത്? ആരും മിണ്ടിയില്ല. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഗുരു, ജനക്കൂട്ടം ചുറ്റും കൂടി നിന്നെ തിക്കുകയാണല്ലോ. യേശു പറഞ്ഞു, ആരോ എന്നെ സ്പർശിച്ചു. എന്നിൽ നിന്ന് ശക്തി നിർഗമിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. മറയ്ക്കാൻ സാധിക്കില്ലെന്ന് കണ്ടപ്പോൾ അവൾ വിറയലോടെ വന്ന് അവന്റെ കാൽക്കൽ വീണ് താൻ അവനെ എന്തിന് സ്പർശിച്ചുവെന്നും എങ്ങനെ പെട്ടെന്ന് സുഖമാക്കപ്പെട്ടുവെന്നും എല്ലാ ജനങ്ങളുടെയും മുമ്പാകെ പ്രസ്താവിച്ചു. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോവുക. നീണ്ട 12 വർഷങ്ങളായി രക്തസ്രാവത്താൽ കഷ്ടതകൾ അനുഭവിച്ച ഒരു സ്ത്രീയുടെ കഥയാണ് നമ്മൾ ഇന്ന് കണ്ടത്. എന്നാൽ അവൾ വിശ്വാസത്തിലെത്തി കൈ നീട്ടി യേശുവിന്റെ അങ്കിയിൽ തൊട്ട നിമിഷം സുഖം പ്രാപിച്ചു. നമുക്ക് എത്ര വലിയ പ്രശ്നങ്ങളുണ്ടായാലും നമ്മെ സഹായിക്കാൻ യേശു തയ്യാറാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവരുടെ വിശ്വാസം അവളെ സുഖപ്പെടുത്തിയതുപോലെ അവനിൽ വിശ്വസിക്കാൻ അവൻ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. നന്ദി. ദുഃഖപ്പെട്ട ഈശോയുടെ സമീപത്ത് ദുഃഖഭാരവുമായി നിൽക്കുന്നവരുടെ ദൃശ്യമാണ് ഈ രംഗം. കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ കന്യാമാതാവും പ്രിയ ശിഷ്യനായ യോഹന്നാനും സ്നേഹത്തിന്റെ ആഴവും ദുഃഖത്തിന്റെ തീവ്രതയും പ്രകടിപ്പിക്കുന്നു. മുറിവേറ്റ പാപരഹിതനായ പുത്രനെ നോക്കി മാതാവ് കരയുന്നു. എന്നാൽ അവളുടെ കണ്ണുനീരിൽ നഷ്ടത്തിന്റെ കണക്കില്ല. അസ്തമയ സൂര്യനും മറഞ്ഞുപോയി. നാട് മുഴുവൻ അന്ധകാരാവൃതമായി. മൗനം നിറഞ്ഞിരിക്കുന്ന ഈ യാമസന്ധ്യയിൽ നമുക്ക് വേണ്ടി കുരിശു കയറിയവൻ. മരണവേദനയിൽ നീറിപ്പുകയുന്ന അവൻ നിറകണ്ണുകളോടെ ചുറ്റും നോക്കി. ശത്രുക്കളുടെ മധ്യേ അവൻ കണ്ടു തന്റെ കുരിശിൻ ചുവട്ടിൽ ഹൃദയം നുറങ്ങിയ ഒരു അമ്മയും അമ്മയുടെ സഹോദരിയും പിന്നെ മഗ്ദലന മറിയവും. അതിനപ്പുറം അവന്റെ കണ്ണുകൾ ഉടക്കി. അമ്മയെയും താൻ കൂടുതൽ സ്നേഹിച്ചിരുന്ന ശിഷ്യനായ യോഹന്നാനെയും അവൻ നോക്കി. വരണ്ടുണങ്ങിയ നാവ്, തുറക്കാനാവാത്ത ആദരങ്ങൾ. ഈ ശബ്ദരഹിതമായ അന്തരീക്ഷത്തിൽ നൊന്ത് പ്രസവിച്ച ആ അമ്മയെ നോക്കി അവൻ ഇങ്ങനെ ഉച്ചത്തിൽ പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. തുടർന്ന് അതേ ഭാഷയിൽ ശിഷ്യനെ നോക്കി അവൻ പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. ആ ചിന്തയിലൂടെ മരണവേദനയിലും യോഹന്നാനെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇതാ നിന്റെ മകനെന്നും ഒപ്പം അമ്മ എല്ലാവർക്കും അമ്മയാകണമെന്നും
മാറണമെന്നും അവൻ ആഗ്രഹിച്ചു. ലോകത്തിന്റെ അമ്മയായി ആ അമ്മയെ നമുക്ക് അവൻ ഏൽപ്പിച്ചു തന്നു. അമ്മയുടെ ആ കരം പിടിച്ചതുകൊണ്ട് നമുക്ക് മുന്നേറാം. അമ്മയെ നമ്മുടെ മാറോട് ചേർത്ത് പിടിച്ചാൽ അമ്മ നമ്മയെ ചേർത്ത് പിടിക്കും. കുരിശിൻ ചുവട്ടിലെ ഈ ദൃശ്യം ദുഃഖത്തിന്റെയും ആത്മസ്നേഹത്തിന്റെയും സ്വയം സമർപ്പണത്തിന്റെയും അക്ഷയ സ്മാരകമാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അന്ന് ഹൃദയങ്ങൾ അറിയുന്നവർ ഇന്ന് ഈ സ്റ്റിക്കമ്പർ വരച്ചുകൊണ്ട് ഒരുവന്റെ ജീവിതത്തെ ഉണ്ടായി പകർത്തു. വഞ്ചനയുടെയും അത്യാഗ്രഹത്തിന്റെയും ഭാവി എന്ന വിളിപ്പേരിന്റെയും ചുവട് താങ്ങി തകർന്ന പൊക്കം കുറഞ്ഞ ആ മനുഷ്യൻ ഒരു നിമിഷാർത്ഥം കൊണ്ട് തെറ്റുകളിൽ നിന്ന് ശരികളിലേക്ക് ഓടിക്കയറിയത് പുതുജീവന്റെ പ്രതീക്ഷകൾ പോലെ നിറയെ തളിരു ചൂടിയ ഈ ചില്ലകളിൽ ഏറിയ ആകാംക്ഷ നേളിക്കുന്ന ആ കണ്ണുകളിൽ നോക്കി പ്രപഞ്ചത്തിന്റെ നാഥൻ അരുൾ ചെയ്തു, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക. ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യകുലത്തിന്റെ എണ്ണമറ്റ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ പിടഞ്ഞു മരിച്ച നമ്മുടെ കർത്താവിന്റെ തിരുശരീരം പരിശുദ്ധ അമ്മയുടെ മടിയിൽ കിടത്തുന്നു. ദൈവകൽപ്പനകൾ ലംഘിച്ച് പാപവഴികളിൽ സഞ്ചരിക്കുമ്പോൾ കർത്താവിന്റെ പാടുപീഡകൾ നമ്മെ അസ്വസ്ഥപ്പെടുത്തട്ടെ. നന്മയുടെ വഴിയെ ചരിക്കാൻ അവിടുത്തെ പീഡാസഹനങ്ങൾ നമ്മെ പ്രചോദിപ്പിക്കട്ടെ. ഏറ്റവും വ്യാകുലയായ പരിശുദ്ധ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. കുറവുകളെ നിറവുകളാക്കുന്ന ക്രിസ്തുനാഥന്റെ കനിവിന്റെ കരുതലിന്റെ കടന്നുവരവിന്റെ മനോഹരമായ സുവിശേഷ ഭാഗം. നീ എന്നെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ നീ ആരാണെങ്കിലും ഞാൻ നിന്റെ ഭവനത്തിലേക്ക്, നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുമെന്ന ശക്തമായ ഉദ്ബോധനം ഇന്നും നമ്മെ നോക്കി ഈശോ പറയുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 5-ാം വാക്യം. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക. ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. പിറവി തിരുനാളിന് ഒരുക്കമായ ഈ ഉപവാസ ദിനങ്ങളിൽ നമ്മുടേതായ ഉയരങ്ങളിൽ നിന്ന് താഴേക്കിറങ്ങാം. ഉണ്ണീശോയുടെ തിരുപ്പിറവിക്കായി നമ്മുടെ ഭവനമൊരുക്കാം, ഹൃദയമൊരുക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. യഹൂദ നിയമം അനുസരിച്ച് വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുന്നവരെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതായിരുന്നു പതിവ്. വ്യഭിചാരത്തിയായ ഒരു സ്ത്രീയെ യേശുവിന്റെ മുൻപിൽ കൊണ്ടുവന്ന നിയമജ്ഞരുടെയും ഫരിസേയരുടെയും ഉദ്ദേശം യേശുവിനെ വാക്കിൽ കൊടുക്കണം എന്നതൊന്നു മാത്രമായിരുന്നു. ജനങ്ങളെല്ലാം യേശുവിന്റെ ചുറ്റും കൂടിയിരുന്നതും അവനിൽ നിന്നും പഠിക്കുവാൻ താല്പര്യം കാണിക്കുകയും ചെയ്തിരുന്നതിന് കാരണം മറ്റ് യഹൂദ ഗുരുക്കന്മാരിൽ നിന്നും വ്യത്യസ്തമായാണ് അവൻ നിയമങ്ങളെയും ആചാരങ്ങളെയും വ്യാഖ്യാനിച്ചിരുന്നത് എന്നതാണ്. സാധാരണക്കാർക്ക് അധിക ഭാരം ചുമത്തി അവരുടെ സ്വാതന്ത്ര്യത്തിന് കടിഞ്ഞാണിട്ട് പരസ്പരം വെറുപ്പുളവാക്കുന്ന രീതിയിൽ ആയിരുന്നില്ല യേശു ജനങ്ങളെ പഠിപ്പിച്ചിരുന്നത്. കൽപ്പനകളിലൂടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തി കൊടുത്ത് എല്ലാറ്റിലും ഉപരിയായി ദൈവത്തെയും തന്നെ പോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കാനാണ് യേശു എല്ലാവരെയും ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരുന്നത്. വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ ശിക്ഷിക്കുന്നതിനെ കുറിച്ച്
യേശുവിന്റെ അഭിപ്രായം ആരായുക വഴി യഹൂദ പ്രമാണികൾ പ്രതീക്ഷിച്ചത് രണ്ട് കാര്യങ്ങളാണ്. അവരുടെ വധശിക്ഷയെ യേശു അനുകൂലിക്കുന്നുവെങ്കിൽ യേശുവിന്റെ ബോധനം അവരിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല എന്ന് വാദിക്കാൻ അവർക്ക് സാധിക്കും. അതല്ല, യേശു പാപിനിയായ സ്ത്രീയുടെ പക്ഷമാണ് എടുക്കുന്നതെങ്കിൽ അവനിൽ ദൈവനിന്ദ ആരംഭിച്ച് ജനമധ്യത്തിൽ നിന്നും പുറന്തള്ളാൻ സാധിക്കും. എന്നാൽ യേശുവാകട്ടെ ഈ രണ്ടു വഴിയല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കുവാൻ മൂന്നാമതൊരു വഴി കൂടിയുണ്ടെന്ന് അവർക്ക് കാണിച്ചു കൊടുത്തു. ചോദ്യത്തിന് പെട്ടെന്ന് ഉത്തരം പറയാതെ യേശു വിരൽ കൊണ്ട് നിലത്തെഴുതുകയാണ് ചെയ്തത്. യേശുവിന്റെ ഈ പ്രവൃത്തിയെക്കുറിച്ച് പല ബൈബിൾ പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് അവൻ തന്റെ ചുറ്റും നിന്നവരുടെ പാപങ്ങളാണ് നിലത്തെഴുതിക്കൊണ്ടിരുന്നത് എന്നതാണ്. കർത്താവിന്റെ ദൃഷ്ടികൾ എല്ലായിടത്തും പതിയുന്നു. ദുഷ്ടരെയും ശിഷ്ടരെയും അവിടുന്ന് ഉറ്റുനോക്കുന്നു. മറ്റുള്ളവരിൽ കുറ്റം ആരോപിച്ച് അവരെ ശിക്ഷിക്കാൻ മുൻപിൽ കൊണ്ടിരുന്നവരിലെ നിരവധിയായ പാപങ്ങൾ ദൈവം തന്നെയായ യേശു കണ്ടു. ആത്മവഞ്ചനാപരമായ ഒരു കൃത്യം ചെയ്യാൻ ഒരുങ്ങി നിന്നിരുന്ന ജനത്തെ അവരുടെ തന്നെ ദുഷ്ടതയിൽ കുടുക്കുകയാണ് യേശു ചെയ്തത്. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് അവരെ നിന്ദിക്കുവാനും താഴെയിറക്കുവാനും ഒക്കെയുള്ള വ്യഗ്രത ഇന്നത്തെ സമൂഹത്തിൽ ധാരാളമായുണ്ട്. പാപത്തിൽ പിടിക്കപ്പെട്ടവരെ ഒരു നികൃഷ്ട ജീവിയെ എന്ന വണ്ണം സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തുവാൻ വെമ്പൽ കൊള്ളുന്ന നാമൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. മറ്റൊരു വ്യക്തി ചെയ്യുമെന്ന് നമുക്കറിയാവുന്ന ഒന്നോ രണ്ടോ പാപങ്ങളെ പ്രതി അയാളെ വിധിക്കുന്ന നമ്മിലെ നിരവധിയായ പാപങ്ങളെ കുറിച്ച് ബോധവാന്മാരാണോ? നമ്മൾ ഇരുട്ടത്ത് ചെയ്യുന്ന പാപങ്ങൾ ഒരിക്കലും വെളിച്ചത്ത് വരില്ല എന്ന വ്യർത്ഥ ചിന്തയല്ലേ നമുക്ക് മറ്റുള്ളവരെ വിധിക്കാൻ പ്രചോദനം നൽകുന്നത്? വചനം പറയുന്നത് തങ്ങളുടെ പാപത്തെക്കുറിച്ച് ബോധ്യം ലഭിച്ചവർ ഓരോരുത്തരായി സ്ഥലം വിട്ടു എന്നാണ്. പാപങ്ങൾ പൊറുക്കാൻ കഴിവുള്ളവരുടെ മുന്നിൽ നിന്നും തങ്ങളുടെ പാപങ്ങളുമായി തിരികെ പോകാനാണ് അവർ തുനിഞ്ഞത്. മറ്റുള്ളവരെ മാത്രം കുറ്റം വിധിക്കുന്നതിൽ ശ്രദ്ധ ചെലുത്താതെ നമ്മുടെ നിരവധിയായ പാപങ്ങളെ തിരിച്ചറിഞ്ഞ് പാപമോചനത്തിനായി യാചിക്കാനുള്ള കൃപയ്ക്കായി നമുക്കും പ്രാർത്ഥിക്കാം.